നമസ്കാരം. യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബലാത്സംഗ കേസുകളിൽ കുടുക്കി തളർത്താൻ നോക്കിയവർക്ക് ഹൈക്കോടതിയിൽ നിന്നും അപ്രതീക്ഷിത പ്രഹരം. ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള കേസുകളിൽ ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ രാഹുലിന് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പക്ഷേ രാഷ്ട്രീയമായി ഈ വിവാദം രാഹുലിന് തിരിച്ചടിയാണ്. പാലക്കാട്ടെ മത്സരമോഹവും തകർന്നു. ഇതുതന്നെയായിരുന്നു ഈ ആരോപണങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി. അവിവാഹിതനായ ഒരാൾക്ക് ഉഭയസമ്മതപ്രകാരം ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിയമപരമായി എന്ത് തെറ്റാണുള്ളതെന്ന ജസ്റ്റിസ് കൗസർ എടഗപ്പത്തിന്റെ ചോദ്യം പ്രോസിക്യൂഷനെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമാക്കി. രാഹുലിനെതിരെ ഇനിയും കേസുകൾ വരാൻ സാധ്യതയുണ്ടെന്നും അതിലൊരു പോക്സോ കേസ് പോലും ഉണ്ട് എന്നുമുള്ള പ്രചരണങ്ങൾക്കിടയിലാണ് കോടതിയുടെ ഈ സുപ്രധാന നിരീക്ഷണം വരുന്നത്. പോക്സോ കേസ് വന്നില്ലെങ്കിൽ രാഹുലിന് മുന്നിൽ ഇനി പ്രതിസന്ധികളൊന്നുമില്ല. ഇതോടെ രാഹുലിനെതിരായ നിലവിലുള്ള കേസുകളെല്ലാം ചോദ്യമുനയിലെത്തുകയാണ്. രാഹുലിനെ ഒരു സ്ഥിരം കുറ്റവാളിയായി ചിത്രീകരിക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചെങ്കിലും കോടതി അത് അംഗീകരിച്ചിരുന്നില്ല. വെറും എഫ്ഐആറുകൾ ക്രിമിനൽ പശ്ചാത്തലമായി കാണാനാവില്ലെന്നും ഒന്നിൽ പോലും അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പല കേസുകളിലും ഈ നിരീക്ഷണം നിർണായകമായി മാറും. നിയമപരമായ കണ്ണുകളിലൂടെ മാത്രം കേസിനെ ഹൈക്കോടതി കാണുകയാണ് എന്നതാണ് നിർണായകം. പാലക്കാട്ടെ എംഎൽഎക്ക് അതുകൊണ്ട് തന്നെ ഈ വിധി അതിപ്രധാനവുമാണ്. സമ്മതത്തോടെയുള്ള ബന്ധം നിയമപരമായി അനുവദനീയമാണ്. വിവാഹിതനല്ലാത്ത ഒരാൾക്ക് എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും ഉണ്ടാകാം. അതിൽ ധാർമ്മികമായി പോലും തെറ്റില്ല എന്ന കോടതിയുടെ പരാമർശം രാഹുലിനെതിരെയുള്ള മറ്റ് ബലാത്സംഗ കേസുകളുടെ മുനയൊടിക്കുന്നതാണ്. വരാനിരിക്കുന്ന കേസുകളിൽ പോക്സോ പോലുള്ള ഗൗരവകരമായ കുറ്റങ്ങൾ ചാർത്തപ്പെട്ടില്ലെങ്കിൽ ബാക്കി എല്ലാ കേസുകളിലും ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം രാഹുലിന് രക്ഷാകവചമാകാം. നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുമുള്ള പ്രോസിക്യൂഷൻ വാദങ്ങൾ കോടതി പ്രത്യേകം പരിശോധിക്കുന്നുണ്ടെങ്കിലും പ്രഥമ ദൃഷ്ട്യാ ബന്ധം ഉഭയസമ്മതപ്രകാരമാണെന്ന കോടതിയുടെ വാക്കാലുള്ള പരാമർശം രാഹുലിന് അനുകൂലമാണ്. പരാതിക്കാരി രാഹുലിനൊപ്പം പോയി താമസിച്ചതും കോടതി എടുത്തു പറഞ്ഞു. പത്തനംതിട്ട, തിരുവനന്തപുരം കോടതികളിൽ നിന്നും ഇതിനോടകം 2 കേസുകളിൽ ജാമ്യം ലഭിച്ച രാഹുലിന് ഹൈക്കോടതിയിലെ ഈ കേസ് കൂടി അനുകൂലമായാൽ രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചുവരവിനാകും വഴിയൊരുങ്ങുക. പോക്സോ കേസ് എന്ന വജ്രായുധം കൂടി രാഹുലിനെതിരെ പ്രയോഗിക്കപ്പെട്ടില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടാനുള്ള നീക്കങ്ങളെല്ലാം വെള്ളത്തിലാകുമെന്നത് ഉറപ്പ്. അതേസമയം 3ാമത്തെ പീഡനക്കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ജയിൽ മോചിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ സ്വന്തം വീട്ടിലെത്തി. ബുധനാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് രാഹുൽ വീട്ടിലെത്തിയത്. ഈ സമയം വീടിന്റെ കവാടത്തിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. രാഹുലിന്റെ വാഹനം വീട്ടിലേക്ക് കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനാണ് മാധ്യമപ്രവർത്തകർ എത്തിയത്. വിദേശത്തുള്ള കോട്ടയം സ്വദേശിയായ യുവതിയെ തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന പരാതിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. ജനുവരി 11-ന് പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും നാടകീയമായാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്തത്. ഉഭയസമ്മതത്തോടു കൂടിയ ബന്ധമായിരുന്നുവെന്നും ബന്ധത്തിൽ വന്ന ചില വിള്ളലുകളാണ് പരാതിക്ക് കാരണമെന്നുമായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. ഇത് സാധൂകരിക്കുന്നതിനായി ശബ്ദ സന്ദേശവും വാട്സപ്പ് ചാറ്റുകളും ഹാജരാക്കിയവ പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്.